ഗഡീസ് ഗഡീസിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് ഈസി ആയിട്ട് ക്യൂബ് സോൾവ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മളുടെ ക്യൂബ് സോൾവ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നമ്മളിപ്പോൾ ചെയ്യുന്നത് 3x3 ക്യൂബാണ്. അപ്പോൾ നമ്മളുടെ ഈ ക്യൂബിൽ 6 സൈഡ്സ് ആണുള്ളത്. അപ്പോൾ യെല്ലോൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും വൈറ്റ് ആയിരിക്കും, റെഡിൻ്റെ ഓപ്പോസിറ്റ് ഓറഞ്ച് ആയിരിക്കും, ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് ബ്ലൂ ആയിരിക്കും. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമുക്ക് നേരെ സോൾവ് ചെയ്യാൻ പോകാം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം. ഇതിൽ ഒരു മിക്സ് ചെയ്യണമെങ്കിൽ ഒരു ടെക്നിക്കും ഇല്ല. എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്താലും നമുക്കിത് സോൾവ് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്കിത് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് യെല്ലോൻ്റെ സൈഡ് പിടിച്ചിട്ട് ഇതേപോലെ ക്രോസ് ആയിട്ട് വൈറ്റ് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് സൈഡ് ഇങ്ങനെ തിരിച്ചാൽ നമുക്ക് വൈറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ ഇതിങ്ങനെ തിരിച്ചപ്പോൾ ഇവിടെയും കിട്ടി. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെയും കിട്ടി. ഇങ്ങനെ ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഈ 4 സൈഡിലുള്ള വൈറ്റ് നമുക്ക് ഈ വൈറ്റിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഈ വൈറ്റിൻ്റെ നേരെ തൊട്ട് അടിയിലുള്ള കളറ് ഗ്രീനാണ്. അപ്പോൾ നമുക്ക് ഗ്രീനിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ചു നോക്കാം. ഇതേപോലെ ഗ്രീനിൻ്റെ സൈഡിലേക്ക് തിരിച്ചിട്ട് നമുക്കിത് 2 പ്രാവശ്യം അടിയിലോട്ട് തിരിക്കാം. 1 2 ഇതേപോലെ തിരിക്കാം. അപ്പോൾ അത് അല്ലാതും ഇനിയുള്ള 3 എണ്ണവും അതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഈ വൈറ്റിൻ്റെ അടിയിലുള്ളത് ബ്ലൂ. അപ്പോൾ നമ്മൾ ബ്ലൂവിൻ്റെ സൈഡിൽ തിരിച്ചു 2 പ്രാവശ്യം അടിയിലേക്കാക്കി. ഇനി ഇതിൻ്റെ അടിയിലുള്ളത് റെഡ്. അപ്പോൾ റെഡിൻ്റെ സൈഡ് തിരിച്ചു, റെഡ് 2 പ്രാവശ്യം അടിയിലേക്കാക്കി. ഇനിയുള്ളത് ഓറഞ്ച്. അപ്പോൾ ഓറഞ്ചിൻ്റെ സൈഡ് തിരിച്ചു 2 പ്രാവശ്യം അടിയിലേക്കാക്കി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്രോസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 4 ഭാഗവും വൈറ്റ് ആക്കണം. അപ്പോൾ ഈ 4 ഭാഗം വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വൈറ്റിൻ്റെ ഭാഗം നേരെ താഴത്തോട്ട് പിടിക്കുക. ഇവിടെയാണ് ഇപ്പോൾ വൈറ്റിൻ്റെ ഭാഗം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ വൈറ്റിന് നേരെ സൈഡിലുള്ള കളർ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഈ സൈഡിലുള്ള കളറ് ബ്ലൂ ആണ്. അപ്പോൾ നമുക്ക് ബ്ലൂവിൻ്റെ ഭാഗത്തേക്ക് തിരിക്കാം. ഇതേപോലെ തിരിക്കാം. ഇതേപോലെ തിരിച്ചിട്ട് ഇതൊരു ഇക്വേഷനാണ്. ലെഫ്റ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് റൈറ്റ്, ലെഫ്റ്റ് സൈഡ് ഡൗണ്. അപ്പോൾ നമുക്ക് ആ വൈറ്റ് കളറ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നേരെ അടുത്തുള്ള കളറ് ബ്ലൂ തന്നെയാണ്. അപ്പോൾ നമുക്ക് ബ്ലൂവിൽ തന്നെ തിരിക്കാം. എന്നിട്ട് ഇത് ഈ സൈഡാണല്ലോ, അപ്പോൾ നമുക്ക് വേറെ ഇക്വേഷനാണ് ചെയ്യേണ്ടത്. ഈ സൈഡാണെങ്കിൽ വേറെ ഇക്വേഷൻ, ഈ സൈഡാണെങ്കിലും വേറെ ഇക്വേഷൻ. അതിന് ചെയ്യാനുള്ള ഇക്വേഷനാണ് റൈറ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് ഡൗൺ. അപ്പോൾ നമുക്ക് ഇവിടെയും കൂടിയും കിട്ടിയിട്ടുണ്ട്. ഇനി 2 സൈഡും കൂടി ചെയ്യാണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരെണ്ണമുണ്ട്. അപ്പോൾ ഇതിൻ്റെ നേരെ സൈഡിലുള്ള കളറ് ഗ്രീന്. അപ്പോൾ നമുക്ക് ഗ്രീനിൻ്റെ സൈഡിലേക്ക് തിരിക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ തന്നെ ചെയ്യാം. റൈറ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് ഡൗൺ. ഇനി ഒരെണ്ണം കൂടിയും ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ഈ കളർ നോക്കാം. അപ്പോൾ ഈ സൈഡിൽ അതേപോലത്തെ കളറില്ല. അപ്പോൾ നമുക്ക് മോൾ വശത്ത് നോക്കാം. ഇതേപോലത്തെ സൈഡ് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ നേരെ സൈഡിലത്തെ കളർ നോക്കാം. അപ്പോൾ സൈഡിലത്തെ കളർ ഗ്രീനാണ്. അപ്പോൾ നമുക്ക് ഗ്രീനിൻ്റെ അടുത്തേക്ക് തിരിക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത സെയിം ഇക്വേഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. റൈറ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് ഡൗണ്. എന്നിട്ട് നമുക്ക് ഇത് ഒന്നും കൂടി നോക്കാം. നമുക്കിത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ളത് ഓറഞ്ചാണ്. അപ്പോൾ നമുക്ക് ഓറഞ്ചിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചിട്ട് ലെഫ്റ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് റൈറ്റ്, ലെഫ്റ്റ് സൈഡ് ഡൗണ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അത് നോക്കുകയാണെങ്കിൽ മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്, ഗ്രീനാണ്. അപ്പോൾ നമുക്ക് ഗ്രീനിൻ്റെ ഭാഗത്തേക്ക് തിരിക്കാം. എന്നിട്ട് റൈറ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് 2 പ്രാവശ്യം തിരിക്കണം. എന്നിട്ട്
റൈറ്റ് സൈഡ് ഡൗൺ. ഇനി നമുക്ക് ഇതിലത്തെ ഏതെങ്കിലും ഒരു കളർ എടുക്കാം. അപ്പോൾ നമുക്ക് ഈ സ്ഥലത്ത് എടുക്കാം. അപ്പോൾ ഇതിൽ ഓറഞ്ച് കളറ് നമ്മളത് തിരിച്ചു. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് റൈറ്റ്, ലെഫ്റ്റ് സൈഡ് ഡൗൺ. ഇനി ഒരെണ്ണം കൂടിയും ചെയ്യണം. അപ്പോൾ ഒരെണ്ണം ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റെഡ് നമുക്ക് ഇതിൻ്റെ മാച്ചായിട്ടുള്ള കളറിൽ തിരിച്ചിട്ട് റൈറ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് ഡൗൺ. അപ്പോൾ നമുക്ക് വൈറ്റ് ഫുള്ളും കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വശവും കൂടിയും കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനി സെക്കൻഡ് ലെയറാണ് കംപ്ലീറ്റ് ആക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഇതിൻ്റെ മുകളിലത്തെ ഭാഗം നോക്കുക. അതായത് ഈ യെല്ലോൻ്റെ ഭാഗത്ത് ഈ കുരിശ് ഭാഗം നോക്കുക. ഈ കുരിശ് ഭാഗത്ത് എവിടെയെങ്കിലും ഇതിൻ്റെ എവിടെയെങ്കിലും യെല്ലോ ഉണ്ടോ നോക്കാം. ഇതിൽ യെല്ലോ ഇല്ല, ഇതിൽ യെല്ലോ ഉണ്ട്, ഇതിൽ യെല്ലോ ഇല്ല, ഇതിൽ യെല്ലോ ഉണ്ട്. നമ്മൾ യെല്ലോ ഇല്ലാത്ത ഭാഗമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിനും യെല്ലോ ഇല്ല. അപ്പോൾ നമുക്ക് ഇതിലേതെങ്കിലും ഒരു കളർ എടുക്കണ്ടേ. ഈ ഭാഗത്ത് എടുത്തു. അപ്പോൾ ഈ ഭാഗത്ത് അടിയിൽ നിൽക്കുന്ന കളറ് റെഡാണ്. അപ്പോൾ അടിയിൽ നിൽക്കുന്ന കളർ റെഡാണെങ്കിൽ നമ്മൾ റെഡിലേക്ക് മാച്ച് ചെയ്യാം. ഇപ്പോൾ റെഡിലേക്ക് മാച്ച് ചെയ്തു. അപ്പോൾ മുകളിൽ നിൽക്കുന്ന കളറ് ഗ്രീനാണ്. അപ്പോൾ ഗ്രീന് നമ്മളുടെ ഈ വശത്തോ അതോ ഈ വശത്തോ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൽ കിട്ടിയേക്കുന്നത് ഈ വശത്താണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, ഇതിനൊരു വാരിക്കേഷനാണ്. ഈ സൈഡാണെങ്കിൽ വാരിക്കേഷനും ഈ സൈഡാണെങ്കിലും വാരിക്കേഷൻ. അപ്പോൾ നമുക്ക് ഈ സൈഡിലത്തെ ഇക്വേഷൻ ആദ്യം ചെയ്യാം. അപ്പർ സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് ഡൗൺ, അപ്പർ സൈഡ് റൈറ്റ്, ലെഫ്റ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് റൈറ്റ്, ലെഫ്റ്റ് സൈഡ് ഡൗൺ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വശവും കംപ്ലീറ്റ് ആയി കിട്ടും. ഇനി നമുക്ക് ഒന്നും കൂടി മുകളിൽ നോക്കുകയാണെങ്കിൽ യെല്ലോ ഇല്ലാത്ത ഭാഗം നോക്കാം. അപ്പോൾ ഇത് യെല്ലോ ഇല്ല. അപ്പോൾ ഈ ഭാഗത്ത് അടിയിൽ നിൽക്കുന്ന കളറ് ഓറഞ്ച്. അപ്പോൾ നമുക്ക് ഓറഞ്ചിൻ്റെ ഭാഗത്ത് മാച്ച് ചെയ്തു. അതിൻ്റെ മുകളിൽ നിൽക്കുന്നത് ഗ്രീന്. അപ്പോൾ നമുക്ക് ഗ്രീന് ഈ ഭാഗത്തേക്കാണ് വന്നത്. അപ്പോൾ ഈ ഭാഗത്തേക്ക് ഗ്രീന് വരാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഇക്വേഷൻ അപ്പർ സൈഡ് റൈറ്റ്, ലെഫ്റ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് റൈറ്റ്, ലെഫ്റ്റ് സൈഡ് ഡൗൺ, അപ്പർ സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് ഡൗൺ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്രീനും ഫുള്ളായി കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഓറഞ്ചിൻ്റെ ഈ ഭാഗവും ഫുള്ളായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി മുകളിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ യെല്ലോ ഇല്ലാത്ത ഭാഗം നോക്കാം. അപ്പോൾ ഇതിൽ യെല്ലോ ഉണ്ട്, ഇതിൽ യെല്ലോ ഉണ്ട്, ഇതിൽ യെല്ലോ ഉണ്ട്, ഇതിലും യെല്ലോ ഉണ്ട്. അപ്പോൾ ഇതിൽ അല്ലാത്തതിലും യെല്ലോ ഉണ്ട്. അപ്പോൾ യെല്ലോ അല്ലാത്തതിലും ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇക്വേഷനാണ്, ഇതിൽ ഏതെങ്കിലും ഒരു കട്ട് എടുക്കുക. അതായത് ഇവിടെ കഴിയാത്ത സ്ഥലം, അതായത് ഇപ്പോൾ ബ്ലൂവും റെഡും ഫുള്ളും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് റെഡ് കളറുള്ളതോ അത് ബ്ലൂ കളറുള്ളതോ ഒരു കട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിന് മുകളിൽ റെഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ വേണ്ട, ഈ ഭാഗത്ത് ബ്ലൂ ഉണ്ട്. അപ്പോൾ ഈ ബ്ലൂവിൻ്റെ അടിയിലുള്ളത് ബ്ലൂ ആണ്. അപ്പോൾ ബ്ലൂവിൻ്റെ ഭാഗം മാച്ച് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡാന്ന് വിചാരിക്കുക. റെഡ് ആണെന്ന് വിചാരിച്ചിട്ട് റെഡ് ഈ ഭാഗത്തല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ ചെയ്യാം. അപ്പർ സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് ഡൗൺ, അപ്പർ സൈഡ് റൈറ്റ്, ലെഫ്റ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് റൈറ്റ്, ലെഫ്റ്റ് സൈഡ് ഡൗൺ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തു. ഇനി നമുക്ക് മുകളിൽ നോക്കിയാൽ കാണാം, മുകളിൽ നോക്കാം. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും കട്ട ഫിനിഷ് യെല്ലോ ഇല്ലാത്തത് കിട്ടും. അപ്പോൾ നമുക്ക് ബ്ലൂ ആണ്. അപ്പോൾ നമ്മൾ ബ്ലൂ മാച്ച് ചെയ്തു. അതിൻ്റെ മുകളിലത്തെ ഓറഞ്ചാണ്. അപ്പോൾ നമ്മൾ ഓറഞ്ച് ഈ സൈഡിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ചെയ്യാം. അപ്പർ സൈഡ് റൈറ്റ്, ലെഫ്റ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് റൈറ്റ്, ലെഫ്റ്റ് സൈഡ് ഡൗൺ, അപ്പർ സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് അപ്പ്,
അപ്പർ സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് ഡൗൺ. ഇങ്ങനെ ചെയ്തു. അപ്പോൾ നമുക്ക് ഓറഞ്ച് കളറ് ഫുള്ളും ശരിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ആകെ ശരിയാവാത്തത് റെഡാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി മുകളിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു കളറ് യെല്ലോ ഇല്ലാത്തതുണ്ട്. അപ്പോൾ നമുക്കിത് റെഡായിട്ട് മാച്ച് ചെയ്തു. അപ്പോൾ ബ്ലൂ കളറ് ഈ സൈഡിലാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ചെയ്യാം. അപ്പർ സൈഡ് റൈറ്റ്, ലെഫ്റ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് റൈറ്റ്, ലെഫ്റ്റ് സൈഡ് ഡൗണ്, അപ്പർ സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് ഡൗൺ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സെക്കൻഡ് ലെയറും ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് വൈറ്റ് ഫുള്ളും കംപ്ലീറ്റ് ആക്കി. അതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് ലെയറും കംപ്ലീറ്റ് ആക്കി. പിന്നെ നമ്മൾ ഈ സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ആക്കി. നമ്മൾ സെക്കൻഡ് ലെയറും കൂടി കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ചെയ്യേണ്ടത് യെല്ലോ ഭാഗം ഫുള്ളും കംപ്ലീറ്റ് ആക്കുക എന്നതാണ്. അപ്പോൾ നമുക്ക് യെല്ലോ ഭാഗം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 3 സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ അതിലത്തെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇതേപോലത്തെ ഒരു അടയാളം കിട്ടും, അതായത് എൽ ഷേപ്പ് മറിച്ചിട്ടതുപോലെ. അപ്പോൾ ഈ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഇക്വേഷൻ ഇത് നേരെ മോളിക്കായിട്ട് പിടിക്കുക, അതായത് യെല്ലോ ഭാഗം നേരെ മോളിക്കായിട്ട് പിടിക്കുക. എന്നിട്ട് ചെയ്യേണ്ട ഇക്വേഷനാണ് റൈറ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് ഡൗണ്, അപ്പർ സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് 2 പ്രാവശ്യം തിരിക്കുക, പിന്നെ റൈറ്റ് സൈഡ് ഡൗണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പാണ്. അതിലത്തെ സ്റ്റെപ്പാണ് ഇതേപോലെ ഡാഷ് പോലെ വരിക. അപ്പോൾ ഡാഷ് പോലെ വന്നാൽ നമ്മൾ ഇങ്ങനെ പിടിക്കരുത്, ഇങ്ങനെ പിടിക്കണം, ചെരിച്ച് പിടിക്കണം. ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വേറെ ഇക്വേഷനാണ്. ആ ഇക്വേഷൻ ഫ്രണ്ട് സൈഡ് റൈറ്റ്, റൈറ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് ഡൗണ്, അപ്പർ സൈഡ് ലെഫ്റ്റ്, ഫ്രണ്ട് സൈഡ് ഡൗണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കുരിശായിട്ട് കിട്ടും. അതായത് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ഇതേപോലെ ആയിട്ട് കിട്ടുമെന്ന് നോക്കാം. ഈ 2 എണ്ണം നോക്കണ്ട, ഇതേപോലെ കുരിശായിട്ട് കിട്ടുമെന്ന് നോക്കാം. ഇതാണ് 3rd സ്റ്റേജ്. അപ്പോൾ ഇങ്ങനെ കുരിശായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം നോക്കാം. ഈ ഒരു ഭാഗത്ത് ഒരു ഭാഗം പോലും യെല്ലോ പാടില്ല. അതായത് ഈ ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ യെല്ലോ ഉണ്ട്, അപ്പോൾ നമുക്ക് ഈ ഭാഗം എടുക്കാൻ പറ്റില്ല. ഈ ഭാഗം നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, കാരണം ഇവിടെ യെല്ലോ ഇല്ല. ഈ ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ യെല്ലോ ഉണ്ട്, അപ്പോൾ ഇത് പറ്റില്ല. ഈ ഭാഗം കുഴപ്പമില്ല. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സൈഡ് എടുക്കാം. അപ്പോൾ ഞാൻ ഈ സൈഡ് എടുത്തു. ഈ സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുൻപ് ചെയ്ത ഒരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. ആ ഇക്വേഷൻ റൈറ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് ഡൗണ്, അപ്പർ സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് 2 പ്രാവശ്യം തിരിക്കുക, റൈറ്റ് സൈഡ് ഡൗണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കുരിശ് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ചിലർക്ക് ഇങ്ങനെ ആവില്ല കിട്ടുക, കുരിശ് ഷേപ്പ് എന്തായാലും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇതേപോലെ ഈ സൈഡ് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ യെല്ലോ ഇല്ലാത്തതാണ്. അപ്പോൾ നമുക്ക് സെയിം ഇക്വേഷൻ തന്നെ ചെയ്യാം. റൈറ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് ഡൗണ്, അപ്പർ സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് 2 പ്രാവശ്യം തിരിക്കുക, റൈറ്റ് സൈഡ് ഡൗൺ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കിട്ടും. ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ യെല്ലോ ഭാഗം ഫുള്ളും കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതേപോലെ കിട്ടുകയാണെങ്കിൽ കുരിശും കിട്ടും, പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ യെല്ലോയും കൂടി കിട്ടും. അതായത് ഒരു സൈഡിൽ മാത്രം യെല്ലോ കിട്ടും, ബാക്കിയുള്ള 3 സൈഡിലും യെല്ലോ കിട്ടില്ല. ഇതേപോലെ കിട്ടുകയാണെങ്കിൽ ഈ യെല്ലോ എക്സ്ട്രാ കിട്ടിയ ഭാഗം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ പിടിക്കുക. അതായത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ താഴത്ത് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സെയിം ഇക്വേഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. റൈറ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് ഡൗണ്, അപ്പർ സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് 2 പ്രാവശ്യം തിരിക്കുക, റൈറ്റ് സൈഡ് ഡൗണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് യെല്ലോ ഫുള്ളും കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ മഞ്ഞ ഫുള്ളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ചെയ്യേണ്ടത് ഈ ഒരു ലെയർ ഫുള്ളും കംപ്ലീറ്റ് ആക്കാനാണ്. അപ്പോൾ ഈ ഒരു ലെയർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഈ സൈഡിൽ നമുക്ക് ഇതേപോലെ എങ്ങനെയെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇതേപോലത്തെ കളർ എങ്ങനെയെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് നേരെ ഇതേപോലെ മാച്ച് ചെയ്യുക. ഇതേപോലെ രണ്ട് സൈഡും മാച്ച് ചെയ്യുക. നമ്മൾ ഒരിക്കലും ഇതേപോലെ മാച്ച് ചെയ്യാൻ പാടില്ല. നമ്മൾ പച്ചയിലേക്ക് തന്നെ മാച്ച് ചെയ്യുക. ചിലപ്പോൾ ഇത് വേറെ കളറായിട്ടാവും കിട്ടുക. അപ്പോൾ നമ്മൾ ആ കളർ മാച്ച് ചെയ്യുക. ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ബാക്കിലേക്ക് പിടിക്കുക. ഇതേപോലെ ബാക്കിലേക്ക് പിടിക്കുക. എന്നിട്ട് വേറെ ഇക്വേഷനാണ്, അത് ഞാൻ പറഞ്ഞുതരാം. റൈറ്റ് സൈഡ് ഡൗൺ, ഫ്രണ്ട് സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് ഡൗൺ, ബാക്ക് സൈഡ് 2 പ്രാവശ്യം ലെഫ്റ്റ്, റൈറ്റ് സൈഡ് അപ്പ്, ഫ്രണ്ട് സൈഡ് റൈറ്റ്, റൈറ്റ് സൈഡ് ഡൗൺ, ബാക്ക് സൈഡ് 2 പ്രാവശ്യം ലെഫ്റ്റിലേക്ക്, റൈറ്റ് സൈഡ് 2 പ്രാവശ്യം ഫ്രണ്ടിലേക്ക്. അപ്പോൾ നമ്മൾ യെല്ലോ ഫുള്ളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലെയർ ഫുള്ളും കംപ്ലീറ്റ് ആക്കാണ്ട്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലത്തെ ഏതെങ്കിലും പാറ്റേൺ കിട്ടാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ പാറ്റേൺ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇത് നേരെ ഗ്രീനായിട്ട് മാച്ച് ചെയ്യുക. അതായത് ഇതേപോലെ മാച്ച് ചെയ്യണം. നമ്മൾ ഒരിക്കലും ഇതേപോലെ മാച്ച് ചെയ്യാൻ പാടില്ല. ഇതേപോലെ മാച്ച് ചെയ്യണം. എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ബാക്കിലോട്ട് പിടിച്ചിട്ട് ഇതേപോലെ പിടിച്ചിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. റൈറ്റ് സൈഡ് ഡൗണ്, ഫ്രണ്ട് സൈഡ് റൈറ്റ്, റൈറ്റ് സൈഡ് ഡൗണ്, ബാക്ക് സൈഡ് 2 പ്രാവശ്യം ലെഫ്റ്റിലോട്ട് തിരിക്കാം, റൈറ്റ് സൈഡ് അപ്പ്, ഫ്രണ്ട് സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് ഡൗൺ, ബാക്ക് സൈഡ് 2 പ്രാവശ്യം ലെഫ്റ്റിലേക്ക്, റൈറ്റ് സൈഡ് 2 പ്രാവശ്യം അടിയിലേക്ക്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഫുള്ളും ഇതേപോലത്തെ സെയിം പാറ്റേൺ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതേപോലെ കിട്ടുകയാണെങ്കിൽ നമ്മൾ വേറെ ഇക്വേഷൻ ചെയ്യേണ്ടത്. ഇതേപോലെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഏത് സൈഡ് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പിടിക്കാം. ഇതേപോലെ പിടിക്കണം, ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ പിടിക്കാം, എങ്ങനെ വേണമെങ്കിലും പിടിക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. റൈറ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് റൈറ്റ്, റൈറ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് റൈറ്റ്, റൈറ്റ് സൈഡ് ഡൗണ്, അപ്പർ സൈഡ് റൈറ്റ്, റൈറ്റ് സൈഡ് ഡൗണ് 2 പ്രാവശ്യം. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാഗം ഇങ്ങനെ ഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗം ബാക്കിലോട്ട് പിടിക്കുക. ഇതേപോലെ പിടിച്ചിട്ട് അത് സെയിം ഇക്വേഷൻ തന്നെ ചെയ്യാം. റൈറ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് റൈറ്റ്, റൈറ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് അപ്പ്, അപ്പർ സൈഡ് റൈറ്റ്, റൈറ്റ് സൈഡ് ഡൗണ്, അപ്പർ സൈഡ് റൈറ്റ്, റൈറ്റ് സൈഡ് ഡൗണ് 2 പ്രാവശ്യം. അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ക്യൂബ് ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് പഠിക്കാൻ ഈസിയാണ്. പഠിച്ച് മനസ്സിലാക്കിയാൽ നമുക്കിത് ഈസി ആയിട്ട് കിട്ടും. നമ്മളൊരിക്കലും ഇതിൻ്റെ ഇക്വേഷൻ കാണാപാഠം പഠിച്ച് വയ്ക്കരുത്. നമ്മളിതിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ട് പഠിക്കണം. അപ്പോൾ ഈ ക്യൂബ് സിമ്പിളാണ് പഠിക്കാൻ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനിയുള്ള വീഡിയോസ് വരുന്നവരേക്കും ബൈ.